ഹായ് ഗൈസ്, എൻ്റെ ഈ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ലോഡഡ് ഫ്രൈസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 പൊട്ടാറ്റോ ആണ് എടുത്തത്. ഇതുപോലെ പൊട്ടാറ്റോ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക. 3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വെള്ളം ഒഴിവാക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം കോൺഫ്ലവർ ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഓൾറെഡി വെള്ളത്തിലിട്ട് കൊടുത്തതുകൊണ്ട് ആവശ്യം നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം പാനിൽ എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം റെഡിയാക്കി വെച്ച പൊട്ടാറ്റോ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ കളർ പരുവമാകുമ്പോൾ കോരിയെടുക്കണം. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിലേക്ക് അത്യാവശ്യമായ വൈറ്റ് സോസ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഉരുകി കഴിഞ്ഞതിന് ശേഷം അല്പം മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഇളക്കിയ ശേഷം ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. അത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. സോസിന് വേണ്ടി ആയതുകൊണ്ട് അല്പം കട്ടി കൂടാതെ നോക്കുക. അപ്പോൾ കട്ടി കൂടുകയാണെങ്കിൽ അല്പം കൂടി പാലൊഴിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് പാകമാകുന്നത് വരെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഇത്ര വരെയുള്ളൂ കേട്ടോ. ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പം ഇത് ഏകദേശം ആയതിന് ശേഷം അതിലേക്ക് ഒരു ചീസ് സ്ലൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലൈസ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അതുമൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. അത് നമുക്കൊന്ന് ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസ്, എന്നിട്ട് മയോണൈസ്, ടൊമാറ്റോ സോസ്, പിന്നെ ഒരു പേക്ക് ലേസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ മേലിട്ട് കൊടുക്കുക. ചീസ്, ബട്ടർ, മിൽക്ക് യൂസ് ചെയ്തുള്ള വൈറ്റ് സോസാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സപ്പോർട്ട് ചെയ്യുക.